ഹോണ്ട സിറ്റിന്റെ ഫേസ് ലിഫ്റ്റ് കുറച്ച് ദിവസം മുന്നേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായി. ശരിക്കും ഈ വണ്ടി ആർക്ക് വേണ്ടിയിട്ടാണ് ലോഞ്ച് ചെയ്തത്? ഇഫ് യു ആർ എ പേഴ്സൺ ലുക്കിംഗ് ഫോർ റിലയബിൾ, റീഫൈൻഡ് ആൻഡ് ഫ്യൂൽ എഫിഷ്യന്റ് കാർ, ദിസ് വൺ ഈസ് ഡെഫിനറ്റ്ലി ഫോർ യു. കാരണം ഇതൊരു എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഒരു ഫാമിലി മാൻ കാർ എന്നും കൂടി പറയാം. ഹോണ്ട സിറ്റിക്ക് 2 എഞ്ചിനാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. 1.5 ലിറ്ററുടെ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിനും 1.5 ലിറ്ററുടെ ഹൈബ്രിഡ് എഞ്ചിനും. ഓൾമോസ്റ്റ് 27 കിലോമീറ്ററോളം മൈലേജ് ഈ ഹൈബ്രിഡ് എഞ്ചിന് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട്. ഹോണ്ട സിറ്റിന്റെ കമ്പനി മാർക്കറ്റ് ചെയ്യുന്നത് ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും ലെങ്ത് ഉള്ള വണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഫൺ പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഉള്ളിലെ സ്പേസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു സെഡാൻ സെഗ്മെന്റിൽ ഏറ്റവും സ്പേസ് കുറവുള്ളത് ഹോണ്ട സിറ്റിക്കാണ്. കാറിന്റെ ഉള്ളിലത്തെ സ്പേസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക കാറിന്റെ വീൽ ബേസ് നോക്കിയിട്ടാണ്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ളത് ഹ്യുണ്ടായി വെർണയ്ക്കാണ്. അതേപോലെ തന്നെ ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിലും ഹ്യുണ്ടായി വെർണയ്ക്കാണ് കൂടുതൽ. ഓൾമോസ്റ്റ് 528 ലിറ്റർ ബൂട്ട് സ്പേസ് ഹ്യുണ്ടായി വെർണയ്ക്കുണ്ട്. അറ്റ് ദ സെയിം ടൈം സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ 506 ലിറ്റർ മാത്രമേ ബൂട്ട് സ്പേസ് ഉള്ളൂ. അത് ഹൈബ്രിഡ് മോഡൽ നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ 306 ലിറ്റർ ആയിട്ട് വീണ്ടും കുറയും. ആൻഡ് ഈ ഒരു സെഗ്മെന്റിൽ പെർഫോമൻസ് കാർ നോക്കുകയാണെങ്കിലും ഹ്യുണ്ടായിന്റെ വെർണ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. 1.5 ലിറ്ററുടെ ടർബോ ചാർജർ എഞ്ചിനാണ് ഹ്യുണ്ടായിന്റെ വെർണയ്ക്ക് ഉള്ളത്. സിറ്റി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 25 HP കൂടുതൽ വെർണ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഈ ഒരു സെഗ്മെന്റിൽ എല്ലാ ബ്രാൻഡ്സും DCT ഗിയർ ബോക്സ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഹോണ്ട അവരെ ഓൾഡ് സ്കൂൾ CVT ട്രാൻസ്മിഷൻ ആണ് സ്റ്റിൽ കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് അതിനർത്ഥം CVT ട്രാൻസ്മിഷൻ മോശമാണ് എന്നുള്ളതല്ല. കമ്പയർ ടു DCT ഇറ്റ്സ് നോട്ട് ഫാസ്റ്റർ. സോ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഫ് യു ആർ എ പേഴ്സൺ ലുക്കിംഗ് ഫോർ ഫ്യൂൽ എഫിഷ്യന്റ് കാർ, നിങ്ങൾക്ക് സിറ്റിന്റെ ഹൈബ്രിഡ് ചൂസ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾക്ക് ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കാറാണ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെർണ, വിർട്ടസ്, ലാവിയ അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് മാർക്കറ്റിൽ നിന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ സർക്കിളിൽ ആരെങ്കിലും ഹോണ്ട സിറ്റി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ അവർക്കും കൂടി പാസ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഹോണ്ട സിറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഷുവർ ആയിട്ടും കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.